നമസ്കാരം. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിൽ ഭിന്നത മുറുകുന്നു. SNDP നേതാവ് ശരത് പവാറിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുന്നത്. BJPക്കും എതിർ മുന്നണിക്കും അനുകൂലമായ അദ്ദേഹത്തിന്റെ സമീപനവും മൗനവും ആദ്യം മുതലേ വിമർശിക്കപ്പെട്ടിരുന്നു. ശരത് പവാർ അജിത് പവാറുമായി ഒന്നിക്കാനുള്ള സാധ്യതയും മുമ്പേ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ ശരത് പവാർ ആദരിച്ചതാണ് അടുത്ത വിമർശനത്തിന് ഇടയാക്കിയത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ശിവസേനയെ പിളർത്തിയ ഷിൻഡെയെ ആദരിക്കുന്നത് ഷായെ പോലെ ഒരു BJP നേതാവിനെ ആദരിക്കുന്നതിന് തുല്യമാണെന്ന് ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞു. ഡൽഹിയിൽ നടന്നത് സാഹിത്യ പരിപാടിയാണെന്നും രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും SNDP പ്രതികരിച്ചു. പവാർ പങ്കെടുക്കരുതായിരുന്നു. ശത്രുവായി കരുതുന്ന ഒരാളെ ആദരിക്കുന്നത് സംസ്ഥാനത്തിന്റെ അഭിമാനത്തിനേറ്റ ക്ഷതമാണ്. ബാലാസാഹിബ് താക്കറെയുടെ ശിവസേനയെ പിളർത്തിയ ഒരാളെ ആദരിക്കുന്നത് മറാഠി ജനതയ്ക്ക് സഹിക്കാനാകില്ല. അങ്ങയുടെ ഡൽഹി രാഷ്ട്രീയം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നും സഞ്ജയ് റാവുത്ത് പറഞ്ഞു. ഉദ്ധവ് താക്കറെയേക്കാൾ മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ഏക്നാഥ് ഷിൻഡെയെന്നും അത് ശരത് പവാർ അംഗീകരിച്ചു എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുളെ പ്രതികരിച്ചു. ഡൽഹിയിൽ 98ാം അഖില ഭാരതീയ മറാഠി സാഹിത്യ സമ്മേളനത്തിന്റെ ഭാഗമായി മഹാദ്ജി ഷിൻഡെയെ രാഷ്ട്ര ഗൗരവ് പുരസ്കാരം ശരത് പവാറാണ് ഷിൻഡെയ്ക്ക് സമ്മാനിച്ചത്. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സാന്നിധ്യത്തിലായിരുന്നു പുരസ്കാര വിതരണം. സാഹിത്യ സമ്മേളനത്തിന്റെ പ്രധാന ചുമതല വഹിക്കുന്നവരിൽ ഒരാളാണ് ശരത് പവാർ. എന്നാൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിൽ മാത്രമല്ല, മഹായുതിയിലും പ്രതിസന്ധി രൂക്ഷമാണ്. ഉപമുഖ്യമന്ത്രി അജിത് പവാർ റായ്ഗഡിൽ വിളിച്ച ജില്ലാ ആസൂത്രണ യോഗത്തിൽ ഷിൻഡെ സേനയിലെ MLA-മാരും മന്ത്രി ഭാരത് ഗോദ്വാലയും വിട്ടുനിന്നു. ഗാർഡിയൻ മന്ത്രിമാരെ നിയമിക്കുന്നതിനെ ചൊല്ലി മഹായുതിയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് പുതിയ സംഭവം. NCPയിൽ നിന്നുള്ള മന്ത്രി അദിതി തൽക്കരെ യോഗത്തിൽ പങ്കെടുത്തു. തന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെന്ന് ഷിൻഡെയുടെ വിഭാഗം MLA മഹേന്ദ്ര തോൾവെ പറഞ്ഞു. തങ്ങൾ സഖ്യധർമ്മം പാലിക്കുന്നുണ്ടെന്നും ഇനിയും അവഗണിച്ചാൽ അംഗീകരിക്കാനാവില്ലെന്നും MLA-മാർ പ്രതികരിച്ചതോടെ മഹായുതിയിലെ ഭിന്നത കൂടുതൽ വ്യക്തമായി. ക്ഷണിക്കാതെ അപമാനിച്ചെന്ന് റായ്ഗഡ് ജില്ലയിലെ സേന MLA-മാർ ഷിൻഡെയെ പരാതി അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം BJP തുടർച്ചയായി ഷിൻഡെ പക്ഷത്തെ അപമാനിക്കുകയാണെന്നും ആരോപണമുണ്ട്. റായ്ഗഡിലും നാസിക്കിലും ഗാർഡിയൻ മന്ത്രിസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് ഷിൻഡെ പക്ഷം സമ്മർദ്ദം ചെലുത്തുകയാണ്. സർക്കാർ രൂപീകരിച്ച് 3 മാസം പിന്നിട്ടിട്ടും 2 ജില്ലകളിലെ ഗാർഡിയൻ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടില്ല. റായ്ഗഡിൽ NCPയും ശിവസേനയും തമ്മിലാണ് തർക്കം. നാസിക്കിൽ 3 പാർട്ടികളും തങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് ഗാർഡിയൻ മന്ത്രിമാരെ നിയമിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്.